പൗർണമി എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ദ്വയാർത്ഥ പരാമർശം ചെയ്തതിന് പ്രശസ്ത വ്യാപാരി ബോച്ചെ ജയിലിൽ പോയി. എന്നാൽ തുണുവൊക്കി കാണിച്ച വിനായകൻ, പ്രശസ്ത സിനിമാ നടൻ വിനായകൻ ഇപ്പോഴും പുറത്ത് വിലസുന്നു. ഇതൊക്കെ എന്താ? ഇവിടെ നിന്ന് രണ്ട് നിയമമാണോ? എന്തുവാണ്? ഇവർക്ക് എന്ത് തോന്നിയാസാകുന്നതാണോ? ഓരോരുത്തർക്കും ഓരോ നിയമമാണോ ഇവിടെ? അതെ, വിനായകന് വിമർശനം മാത്രമേ ഉള്ളൂ, ജയിലിൽ കിടക്കുകയും കേസെടുക്കുകയൊന്നും വേണ്ട. പക്ഷെ സ്ഥിരം ആയിട്ട് നമ്മുടെ മാപ്പ് സ്വീകരിപ്പിക്കാൻ വരുന്ന ഒരാളുണ്ടല്ലോ, മനസ്സിലായോ? മനസ്സിലായി. നമ്മുടെ ഇപ്പൊ പുരുഷ കമ്മിറ്റിക്ക് വേണ്ടി, പുരുഷ കമ്മീഷന് വേണ്ടി മറ്റേ ജഡ്ജിയുടെ കട്ടൗട്ടില് പാലഭിഷേകം നടത്താൻ ഉദ്ഘാടനത്തിനെത്തിയ രാഹുൽ ഈശ്വർ, അതെ, അദ്ദേഹം ഉണ്ടാക്കാത്ത വിവാദമൊന്നുമില്ല. ഇതിന്റെ ചാനൽ ചർച്ചകളിലും കൃത്യമായി അദ്ദേഹത്തെ ക്ഷണിച്ചിരുത്തുന്നു. എല്ലാവരും മാപ്പ് പറയുന്നു. തെറ്റ് ആർക്കും ചെയ്യാം, മാപ്പ് പറഞ്ഞാൽ മതി. എന്നാ പിന്നെ കേസും കോടതിയും നിയമവും ഒന്നും വേണ്ടല്ലോ, അല്ലെ? എല്ലാവർക്കും തോന്നുന്നത് ചെയ്തിട്ട് മാപ്പ് പറഞ്ഞാൽ മാത്രം മതി. വിനായകൻ ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പോ ഇത് അങ്ങേ അറ്റം മ്ലേച്ഛകരമായ ഒരു പ്രവൃത്തിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അല്ല, ഇത് സമൂഹത്തിന് വലിയ രീതിയിൽ ഒരു തെറ്റായ സന്ദേശമാണ് ഇത് കൊടുക്കുന്നത്. ഇതൊക്കെ കാണുന്ന കുട്ടികളില്ല. അപ്പൊ ചോദിച്ചു, കുട്ടികളൊന്നും കാണുന്നില്ല, കുട്ടികളിന് അപ്പുറം അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇയാള് പ്രശസ്തനായിട്ടുള്ള തമിഴ് സിനിമയിലും മലയാള സിനിമയിലും ഒക്കെ നല്ല രീതിയിൽ നല്ലൊരു നടനാണ് ഇദ്ദേഹം, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങേര് ഇപ്പൊ പ്രശസ്ത സിനിമാ നടൻ, അതായത് നമ്മളൊക്കെ ആരാധിക്കുന്ന രജനീകാന്തിനോടൊപ്പം പോലും നിന്ന് ഒപ്പത്തിനൊപ്പം നിന്ന് അഭിനയിച്ചൊരു തകർത്തൊരു നടനാണ്. രീതിയിലുള്ള സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് ആ കഥാപാത്രത്തിൽ നിന്ന് ലഭിച്ചത്. എല്ലാവരും ഏറ്റെടുത്തൊരു കഥാപാത്രവുമായിരുന്നു. ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അഭിനയത്തിനെ മികച്ചതായി തന്നെയാണ് എല്ലാവരും വിലയിരുത്തിയിട്ടുള്ളത്. അതെ, പണം കിട്ടിയാൽ ഏത് വൃത്തികേടും കാണിക്കാമെന്നൊരു ചിന്തയാണ്. പണവും പ്രശസ്തിയും ഉണ്ടെങ്കിൽ എന്തും കാണിക്കാമെന്നൊരു ഉത്തമ ഉദാഹരണമാണ് വിനായകൻ എന്ന് പറയുന്നത്. കാരണം വിനായകൻ ഇതിനു മുൻപും പോലീസ് സ്റ്റേഷനും പോലീസുകാരോടും ഒക്കെ വളരെ മോശമായ രീതിയിൽ പൗർണമി തന്നെ സൂചിപ്പിച്ചിരുന്നില്ലേ? അതായത് പിന്നെ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടൊന്നും അല്ല. ഒരു നിശ്ചിത കാലയളവിന് ശേഷം അല്ലെങ്കിൽ ഒരു ഫ്രീക്വന്റ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡിൽ ഇദ്ദേഹത്തെ പറ്റി ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വിവാദം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയില്ലേ പുള്ളിക്ക് ഒരു സമാധാനം ഇല്ലാത്ത രീതിയിലാണ് പോക്ക്. അറിയാലോ, പ്രസ് മീറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ എങ്ങനെ ആയിരിക്കും, എത്ര ജനങ്ങൾ, പ്രമോഷൻ പരിപാടികൾക്കൊക്കെ എത്ര ആളുകളും, അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ വാക്കുകളൊന്നും നമുക്ക് ഒരു പൊതു സ്ഥലത്തിരുന്ന് പറയാൻ കൊള്ളാം. അതായത് സ്ത്രീകളെ, അതായത് സിനിമാ നടിമാരെ പലരെയും അല്ലെങ്കിൽ സ്ത്രീകളെ ഞാൻ പലവട്ടം പല കാലങ്ങളിലായിട്ട് പൈസ കൊടുത്തും അല്ലാതെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സകല സ്ത്രീകളുടെയും മാന്യതയെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതിയെ ഒരു എന്താ കരിവാരി തേക്കുന്നതിന് തുല്യമായിട്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വൃത്തികെട്ട വാക്കുകൾ വരുമ്പോഴത്തേക്ക് സത്യത്തിൽ നമ്മുടെയൊക്കെ തല ഉരിഞ്ഞു പോവുകയാണല്ലേ. ബാക്കിയുള്ള കലാകാരന്മാരെ നോക്കൂ, അവർക്കൂടെ തല താഴ്ത്തി നടക്കേണ്ട അല്ലെങ്കിൽ ആ സ്റ്റേജിലാണ് എനിക്ക് ഷെയർ പങ്കിട്ടത് ശ്വേതാമേനോൻ ആരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ തല കുനിച്ച്, എനിക്കൊന്ന് ശ്വേതാമേനല്ല നവ്യ നായർ ആ സ്റ്റേജിലാണ് ഉണ്ടായിരുന്ന. അവര് അങ്ങ് വല്ലാതായി പോയി. അല്ല, തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു സംസാരം ആരെങ്കിലും പ്രതീക്ഷിക്കും? അവരുടെ കൂടെ ജോലി ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പൊ അവരുടെ കൂടെ നമുക്ക് എന്ത് സുരക്ഷിതത്വമാണ് എന്ന് സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കും. അതെ, തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ എന്റെ കൂടെ കിടക്ക പങ്കിടാൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ പലർക്കും പൈസ 100-250 സ്ത്രീകൾ എന്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതൊന്നും വലിയ കാര്യം. ഒരു നടന്റെ പൊതു മധ്യത്തിലുള്ള തുറന്നു പറച്ചിലാണ്. അങ്ങനെ ഇരിക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ വന്നതിൽ അതിനകത്ത് സംശയിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ട്? ഇതിനകത്തൊക്കെ വസ്തുതയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാവും. ആർക്കെങ്കിലും അതിനെ വിമർശിക്കാനോ തെറ്റ് പറയാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയാനോ പറ്റും? കാരണം പൊതുമധ്യത്തിൽ വന്നിട്ട് ഇത്രയും ആളുകൾ, ജനങ്ങൾ കേൾക്കുന്ന ഒരു മീഡിയത്തിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ് ഒരാൾ ഓപ്പൺ ആയിട്ട്. പോട്ടെ, ഇപ്പൊ അതിന്റെ കാര്യമല്ലേ പറയുന്നത്. ഇപ്പൊ ഫ്ലാറ്റിൽ നിന്നുകൊണ്ട് അദ്ദേഹം നഗ്നനായി കാണിച്ചിരിക്കുകയാണ്. അതെ, ആ വീഡിയോ അത് മാത്രമല്ല അസഭ്യം പറച്ചിലും ഉണ്ട്. അത് അദ്ദേഹത്തെ കുറിച്ച് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പരാതിയാണ് അദ്ദേഹം അസഭ്യം പറയുക എന്നുള്ളത്. അതിനുശേഷമാണ് അദ്ദേഹം മുണ്ടുരിഞ്ഞ് കാണിക്കുക. അത് പിന്നെ കാണാത്തവരെ ഇരുന്നു കൂടെ കാണിക്കുക എന്ന തലത്തിലാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. ആ വീഡിയോ ഞാൻ കണ്ടതാണ്. കാണാനുള്ള ത്രാണി എനിക്കില്ലായിരുന്നെങ്കിലും ബ്ലർ ചെയ്തൊക്കെയാണ് കാണിക്കുന്നതെങ്കിലും ഇതൊക്കെ ഞാൻ ഇവിടെ കുട്ടികളൊക്കെ ഇത് സ്ക്രോൾ ചെയ്ത് പോകുന്നു. കാരണം വൈറൽ കണ്ടന്റ്സ് എപ്പോഴും യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വൈറൽ കണ്ടന്റ്സ്, അത് ന്യൂസ് ആയിക്കോട്ടെ എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ, അത് ചാടി വരും. ഫേസ്ബുക്കിലാണെങ്കിലും എല്ലാം കുട്ടികളല്ല ഇപ്പൊ ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയാത്ത ഏതെങ്കിലും ഒരു കുട്ടി. അല്ല, ഇതൊക്കെ നോർമലി ഇപ്പൊ പറഞ്ഞ പ്രായമുള്ള ആൾക്കാരോ ഇപ്പൊ ഒരു സീരിയലിന്റെ അപ്ഡേറ്റ് നോക്കാനായാലും സിനിമയുടെ അപ്ഡേറ്റ് നോക്കാൻ എടുക്കുന്ന ഒരു കുട്ടിയോ അല്ലെങ്കിൽ ആരോ സ്ത്രീകളോ ഒക്കെ ആയിക്കോട്ടെ, ഇത് വൈറൽ കണ്ടന്റ്സ് ആയിരിക്കും ആദ്യം വന്ന് കിടക്കുക സജസ്റ്റഡ് വീഡിയോയിൽ. സോ എന്തായാലും ഇതൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത്? പുള്ളി സിനിമ അഭിനയം നിർത്തി പോകണം. അത് എന്ത് കാണിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല. ഇദ്ദേഹത്തിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കേസ് എടുക്കാത്ത കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൽ ഇന്നിപ്പോ ചെപ്പ കുറ്റിക്കിട്ട് നോക്കി നല്ല കുറ്റി നോക്കി അടിക്കാത്ത കൊണ്ടാണ് ഇയാൾ ഇത് തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനു മുമ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാഹചര്യം അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാൻ പാടില്ല എന്നുള്ള വ്യക്തമായ ധാരണയുള്ള ഒരാൾ തന്നെ എപ്പോഴും ഈ ലഹരിയുടെ അല്ലെങ്കിൽ മദ്യത്തിന്റെ ഒക്കെ നമുക്കൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ പറ്റുമോ? എന്ത് തന്നെ ആയിക്കോട്ടെ, ഇങ്ങനെ കാണിക്കുന്നവരാരുണ്ട്, അത് പോട്ടെ, എന്തേലും ആയിക്കോട്ടെ. പക്ഷെ ഒരു പൊതു മധ്യത്തിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ അത് വൈറൽ ആവുകയാണ്. എന്നിട്ട് പിന്നീട് വന്നിരുന്ന മാപ്പ്
മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ എത്ര കോടാനുകോടി ജനങ്ങൾ ഈ വീഡിയോ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും. അതെ. ഒരുപാട് അത്രയും തന്നെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു ആരും അതിനെതിരെ പരാതിപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും കേസ് എടുക്കാത്തത്. അല്ലെങ്കിൽ സ്വമേധയാ കേസ് എടുക്കണം. അദ്ദേഹം കാണിച്ചിരിക്കുന്നത് ഒരു ഫ്ലാറ്റിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ബാൽക്കണി നിന്നുകൊണ്ടാണല്ലോ കാണിച്ചത്. അതുകൊണ്ട് പ്രകൃതിയെ കാണിച്ച് പിന്നെ ചുറ്റിനുമുള്ള നെയ്ബേഴ്സിനെ കാണിച്ചു. അങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് ഒരാൾക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ടായിരിക്കാം. മറിച്ച് ഹണി റോസിന്റെ കേസ് വന്നപ്പോൾ ഈ പറയുന്ന ദ്വയാർത്ഥ പരാമർശത്തിന്റെ പേരിൽ 6 ദിവസത്തോളം ഒരു വ്യാപാരി പ്രമുഖനെ ജയിലിലിട്ട ചരിത്രമുള്ള നാടാണ് നമ്മുടെ. അങ്ങനെയുള്ള ഒരു പോലീസിന് എന്തുകൊണ്ട് നഗ്നതാ പ്രദർശനത്തിനെതിരെ സ്വമേധയാ കേസെടുത്തുകൂടാ? എന്തുകൊണ്ട് ഇയാളെ ജയിലിലടച്ചുകൂടാ? ഇയാളെയൊക്കെ ശരിക്കും നല്ല നടപ്പിന് വേണ്ടി കുറച്ച് ദിവസം പിടിച്ച് ജയിലിടണമെന്നാണ്. തീർച്ചയായും ഒരു കലാകാരനാണ്, അറിയപ്പെടുന്ന വ്യക്തിയാണ്. സ്വാഭാവികമായിട്ട് ഒരു സാധാരണക്കാരൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു കേസ് എടുക്കുക, അയാളെ പിടിച്ച് ജയിലിടുകയും വേണ്ട ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ശരിക്കും ചെയ്യേണ്ടത് ഇത്തരത്തിൽ അറിയപ്പെടുന്ന ആളുകൾ തെറ്റായ രീതി സ്വീകരിക്കുമ്പോൾ, തെറ്റായ മാർഗത്തിലൂടെ സമൂഹത്തിന് ചീത്തയായ സന്ദേശം കൊടുക്കുമ്പോൾ അങ്ങനെയുള്ളവരെ വേണ്ട ആദ്യം ശിക്ഷിക്കാൻ. തീർച്ചയായിട്ടും അവരാണ് ഏറ്റവും കൂടുതൽ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ളവർ. നാളെ ഇത്തരത്തിലൊരു സംഭവം വീണ്ടും ഉണ്ടായാൽ ഇതിനെ ഒരു എക്സാമ്പിൾ ആക്കിയല്ലേ ആളുകൾ പറയുള്ളൂ. ഞാൻ ചെയ്താൽ കുഴപ്പമാണ്, പക്ഷേ വിനായകൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു ആക്ടർ ചെയ്താൽ അവർക്ക് പിടിപാടുണ്ട്, അവർക്ക് എന്ത് തോന്നിവാസം വേണേലും. പക്ഷെ ഒരു സാധാരണക്കാരൻ ഇതൊന്നും പറ്റില്ല. നാളെ മറ്റുള്ളവർക്ക് ഈ തെറ്റ് ആവർത്തിക്കപ്പെടാം, അല്ലേ? അതെ, കാരണം ഇപ്പോൾ കഴിഞ്ഞ ഈ ഇദ്ദേഹത്തിന്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകളുണ്ടല്ലോ, ചാനൽ ചർച്ചയിൽ. അതിനകത്ത് ഒരു സംവിധായകൻ ജോസ് എന്ന സംവിധാനം അദ്ദേഹം പറയുന്നത് ഈ വിനായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു കോംപ്ലക്സിന്റെ കൂടാരമാണ് അത്രേ. അതായത് കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ മറ്റുള്ളവരെക്കാളും ചെറുതാണ്, താൻ സവർണനാണ് എന്നുള്ള ആ ഒരു അമിതമായിട്ടുള്ള ഒരു കോംപ്ലക്സ് പുള്ളിയുടെ ഉള്ളിൽ ഇങ്ങനെ അടങ്ങിയിരിക്കുകയാണ്. അതെ, താങ്കൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ താങ്കൾക്ക് എനിക്ക് നിറമില്ല, അല്ലെങ്കിൽ എന്നെ ആരും അങ്ങോട്ട് ബഹുമാനിക്കുന്നില്ല എന്നുള്ള ആ ഒരു കോംപ്ലക്സിന്റെ ഒരു മഹാമേരു അല്ലെങ്കിൽ മഹാവൃക്ഷം ഇദ്ദേഹത്തെക്കാളും വളർന്നു നിൽക്കുന്നതുകൊണ്ടാണ് വിനായകൻ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം. കാരണം അദ്ദേഹത്തിന് ഇന്ററാക്ഷൻസ് ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ വിനായകനൊക്കെ. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമ്മളും സമൂഹമായിട്ട് ഇടപെടുന്നു. ഇപ്പൊ അവര് ഇടപെടുന്ന അത്ര ഒരുപക്ഷെ നമ്മൾ ഇടപെടുന്നുണ്ടാവില്ല. എങ്കിൽ പോലും നമ്മൾ ഇന്ന് വരെ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ആരുടെയെങ്കിലും ജാതിയോ മതമോ നീ ഏതാണ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടാണ് ഒരാളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നതും ആ ആളുമായിട്ട് ജോലി ചെയ്യുന്നതും അല്ല. അപ്പൊ അത് ഒരു മനുഷ്യന്റെ ആ ഒരു ഇന്നർ മൈൻഡിലുള്ള ഒരു ചീത്തയായ കോംപ്ലക്സ് വെച്ചുകൊണ്ട് ബാക്കി ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിനെ മുഴുവൻ എന്താ പറയാ ചീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ദ്രോഹിക്കുന്ന ഒരു നിലപാട് ഒരു നടപടിയല്ലേ ഇത്? അതെ അതെ, കാരണം ഈ ഇങ്ങനെയുള്ള നടന്മാര് പണ്ടൊക്കെ നമ്മൾ ഇപ്പൊ സിനിമ കാണിച്ചിട്ട് പറയാം അങ്ങനെയുള്ള പടങ്ങളൊന്നും കുട്ടികളെ കാണിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നടന്മാരുടെ അവൻ വൃത്തികെട്ടവനാണ്, കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകും എന്ന് പറയുമ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ളൊരു ചോദിക്കുന്ന ചോദ്യമാണ്, അങ്ങനെ ഒരു സിനിമ കണ്ടുകൊണ്ട് ആരെങ്കിലും വഴിതെറ്റി പോവോ, അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ട് ആരെങ്കിലും നന്നാവോ? പക്ഷേ ആ കാലം മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സിനിമയിൽ കാണിക്കുന്ന കാര്യങ്ങൾ അനുകരിക്കാൻ വേണ്ടി MDMA പോലുള്ള സാധനങ്ങൾ കൂട്ടുപിടിക്കുകയും ഇതോടൊപ്പം തന്നെ ഈ വിനായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂടുതൽ വയലൻസ് ചിത്രങ്ങളാണ് അഭിനയിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അല്ലാതെ കുടുംബസ്ഥനായിട്ടുള്ള കലാകാരനായിട്ടൊന്നും അല്ല ഒന്നിലും അഭിനയിച്ചു. അതുകൊണ്ട് തന്നെ അത് കുട്ടികൾ ഇൻഫ്ലുവൻസ് ഉണ്ട്. വിനായകന് മാത്രം ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ട്, അല്ലെങ്കിൽ വിനായകന് കുറെ ഫാൻസ് ഉള്ള ആളാണ്. സോ ഈവൻ സോഷ്യൽ മീഡിയയിലും അദ്ദേഹത്തിന് ആൾക്കാരുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പ്രവർത്തനം, അദ്ദേഹത്തിന് ഈ പറഞ്ഞ നാക്ക് വായെടുത്ത തെറി പൂരം, അത് നിയമപാലകരെന്നില്ല, മന്ത്രിയെന്നില്ല, സമൂഹമെന്നില്ല, അല്ലെങ്കിൽ സ്ത്രീകളെന്നില്ല, ഒന്നുമില്ല. ഇദ്ദേഹം ആരാണെന്നാണ് ഇയാളുടെ വിചാരം? ഈ പറയുന്ന വിനായകനെ സംബന്ധിച്ചിടത്തോളം ഒരു ചാൻസ് കിട്ടുന്നു, അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് സമ്മതിച്ചു, കഴിവ് കൊണ്ട് തന്നെയാണ് അദ്ദേഹം കയറുന്നത് കമ്മട്ടിപ്പാടത്തിലേക്ക്. അദ്ദേഹത്തിന്റെ ആക്ടിംഗ് ഒക്കെ ഗംഭീരമാണ്. ഈ പറയുന്ന ജയിലറിലെ ആക്ടിംഗ് മനസ്സിലായോ? അതൊക്കെ നമ്മൾ ഹിറ്റായ ഡയലോഗാണ് ഒരുപാട്, അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾ മുതൽ ആ ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ ഇദ്ദേഹം മറ്റേ എന്താ പറയുക മാതൃകാ പുരുഷനായി വളരണം കാണിക്കണം എന്നൊന്നുമല്ല. പക്ഷേ സഭ്യത, മിനിമം മര്യാദ എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകുമ്പോഴാണ് ഒരു സഭ്യത വേണ്ടേ. ഒരു നടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പ്രോട്ടോകോൾ ഉണ്ടോ? അല്ലെങ്കിൽ സത്യം നടന്മാർക്കും ഇനി പ്രോട്ടോകോൾ വെക്കണം. ഈ നടന്മാർ അല്ലെങ്കിൽ നടിമാരെന്നൊക്കെ പറയുന്നത് സമൂഹത്തിന്റെ തന്നെ സംഭാവനകളാണ്. അല്ലാതെ എനിക്ക് കുറെ കഴിവുണ്ട്, ഞാൻ മറ്റതാണ്, എനിക്ക് ഇന്നുപോലെ സംസാരിക്കാൻ പറ്റും, എന്റെ എക്സ്പ്രഷൻ അടിപൊളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും വളരുന്നില്ല. സമൂഹം അംഗീകരിച്ചത് കൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും ഒരു നായകനോ നായികയോ എന്തുകൊണ്ടാണ് പൗർണമി ദിലീപിന് ഇപ്പോ പഴയ ജനപ്രിയത്വം ഇല്ലാത്ത? എന്തുകൊണ്ടാണ്? ദിലീപിന്റെ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങളും ആ കേസ് തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ദിലീപിനെതിരെ വന്ന ആരോപണങ്ങളുടെ നിഴലിൽ ഇന്നും ഉഴലുകയാണ് അയാൾ കിടന്നുകൊണ്ട്. അയാൾ ഒരു കര കിട്ടാൻ വേണ്ടി അയാൾ ഇനി എത്രയൊക്കെ അയാൾ ബാക്കിൽ അയാൾ സമ്പാദിച്ചിട്ടുണ്ട്, കോടീശ്വരനാന്ന് പറഞ്ഞാലും ദിലീപ് എന്ന് പറയുമ്പോൾ സിനിമാ നടനാണ് നമ്മൾ അറിയപ്പെടുന്നത് അല്ലേ? അദ്ദേഹം ഇന്നും കിടന്ന് തുഴയുക, ഓരോ സിനിമകൾ ഇറക്കിയിട്ട് എന്നെ ഒന്ന് അംഗീകരിക്കും. കാരണം ജനങ്ങൾ അംഗീകരിക്കില്ല. ജനങ്ങൾക്ക് അദ്ദേഹത്തിനുള്ള വിശ്വാസവും അദ്ദേഹത്തിനോടുള്ള ആ ഒരു താല്പര്യം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെയാണ് ഓരോ നടന്റെയും നടിയുടെയും അവസ്ഥ. ഈ ലൈംലൈറ്റ് ഒന്നും ഇനി ഇപ്പൊ ഇല്ല. ശരിയാണ്, ജനങ്ങൾ ഇന്ന് കണ്ട് നാളെ മറക്കുമെന്ന് പറഞ്ഞാൽ പോലും ഇന്നേ വരെ ഇംപീച്ച്മെന്റ് ചെയ്ത ആളെ, അല്ലെങ്കിൽ മയക്കുമരുന്ന് കേസിൽപ്പെട്ട ആൾക്കാരെ, അല്ലെങ്കിൽ കൊലപാതകങ്ങളും റേപ്പും പെട്ട ആൾക്കാരെ ഒന്നും ജനങ്ങൾ തഴഞ്ഞ ചരിത്രമേ സിനിമ
ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലുള്ളൂ. ജനങ്ങൾ തഴഞ്ഞിട്ടുണ്ടോ അവന്റെ കാര്യം കട്ടപ്പോകെ. അത് വിനായകൻ കഴിഞ്ഞു, അതെ കരിയർ കഴിഞ്ഞു. അപ്പോ വിനായകനെ പോലുള്ള ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിന്റെ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ ആവശ്യമൊന്നുമില്ല. വിനായകനെ പോലെ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ മതി. സാധാരണ ജനങ്ങളാണ് താങ്കളുടെയൊക്കെ പടങ്ങൾ കാണുന്നത്, സാധാരണ ജനങ്ങളാണ് താങ്കൾക്ക് ഫാൻസ് ആയിട്ടുള്ളത്. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും അല്ലെങ്കിൽ ഈ പറയുന്ന പൃഥ്വിരാജിനെ പോലുള്ള ഫാൻസ് താങ്കൾക്കും ഉണ്ട്. അവർ താങ്കളെ ഇഷ്ടപ്പെടുന്ന താങ്കളുടെ ഈ പറയുന്ന അഭിനയം കൊണ്ട്. പക്ഷെ മലയാളികൾക്ക് വേറൊരു കുഴപ്പം കൂടെ ഉണ്ട്, സ്വഭാവം കൂടെ മലയാളികൾ നോക്കും. വെറും കൂതറയാണെങ്കിൽ താങ്കളുടെ കാര്യം കട്ട പോകുകയാണ് സ്വഭാവത്തിൽ. ഇനി താങ്കൾ ഏതൊക്കെ പടത്തിൽ അഭിനയിച്ചെന്ന് പറഞ്ഞാലും ജനങ്ങൾ പറയും കാണുന്നില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ അവിടെ തീർന്നു ഒരു സിനിമാരുടെ ജീവിതം, അത്രമാത്രം.